സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിൽ വരുന്നവരാ. ഉമ്മാരെ അടക്കുമ്പോ ഉപ്പായ അടക്കുമ്പോ മനുഷ്യക്കോലമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്നത് പന്നിയുടെ കോലത്തിലാ, നജസാര പന്നിയുടെ കോലത്തിലാ, വൃത്തിയില്ലാത്ത പന്നിയുടെ കോലത്തിലാ, ചെളിവെള്ളത്തിൽ കിടക്കുന്ന കാട്ടത്തിൽ കിടക്കുന്ന എത്ര കഴുകിയാലും വെളുക്കാത്ത ശരീരത്തിനുടമയായ പന്നി എന്ന് പറയുന്ന ജീവിയുടെ മുഖവുമായിട്ട് പരലോകത്ത് വരികയാ. അല്ലാഹുവേ, അവിടെ നമ്മുടെ റസൂലുണ്ട് റബ്ബേ, നമ്മളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന നബിയുണ്ട് റബ്ബേ. ഈ വല്ലപ്പുഴയിൽ വന്ന ഞങ്ങളെ ആരെയും അതുപോലെ നീ കൊണ്ടുപോകല്ല പടച്ചവരെ. പന്നിയുടെ കോലത്തിന് ഞങ്ങളെ നീ പരലോകത്തേക്ക് കൊണ്ടുപോകല്ല അല്ലാ. പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? അവരാരാണ്? പന്നിയുടെ കോലത്തിൽ ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുന്നവരാരാ? ചെമ്മൻകുഴിയിലെ തടിച്ചുകൂടി ആയിരങ്ങളോട് പറയുകയാ, ഒരു കാരണവശാലും ഈ പറയാൻ പോകുന്ന ദുർഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പന്നിയുടെ കോലത്തിലുള്ള ആ ശരീരങ്ങളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വിടുകയാ. ആ സമയത്ത് വിളിച്ചു പറയുന്ന ആരെന്നറിയോ? ഇവരാരെന്നറിയോ? ആരെന്നറിയോ? അവർ നിസ്കാരത്തെ നിസാരമാക്കിയവരാ. പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരാ. എന്റെ പ്രിയമുള്ള ഉമ്മ, സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ചാരന്റെ മുമ്പ് ഇരുന്നു കൊണ്ട് കരയുന്ന ചിരിക്കുന്ന ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് നടക്കുമ്പോ, ചാനലിലൂടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോ, സ്റ്റേഡിയത്തിൽ പോയി കളി കാണുമ്പോ എത്ര നിസ്കാരമാണ് മോനെ നീ പാഴാക്കി കളയുന്നത്. ഇത് തമാശയല്ലടാ. 18 വയസ്സുള്ള, 19 വയസ്സുള്ള, 20 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാരെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയവരാണ് നമ്മൾ. പിന്നെ എന്ത് നിന്റെ തലച്ചോറിലേക്ക് മാത്രമെന്ത് ആ ബോധം തരാത്തത് പൊന്നുമോനെ. അതുകൊണ്ട് പന്നിയുടെ കോലത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നവരാരാ? അവർ നിസ്കാരത്തെ ഒഴിവാക്കുന്നവരെന്നല്ല പറഞ്ഞത്, അവർ നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവരെന്നാ. ഇതെന്തോ ഒടുക്കത്ത നിസ്കാരമാണെന്ന് ചോദിച്ചാ ഈ വിഭാഗത്തിലായി പോകും പെങ്ങളെ. ഇതെന്തോ നിസ്കാരമാണെന്ന് തമാശയ്ക്ക് പറഞ്ഞാൽ പന്നിയുടെ കോലമാണല്ലോ അന്ന് കോടതിയിൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഏറ്റവും വൃത്തികെട്ട മോഷ്ടാവാരെന്നറിയുമോ സഹാബത്തെ? നിബിതങ്ങൾ പറയുകയാണ്, ഏറ്റവും വൃത്തികെട്ട മോഷ്ടാവ് ആരെന്നറിയുമോ? അല്ലദീ യസ്രിഖു മിനസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്നും മോഷ്ടിക്കുന്നവനാണ്. സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്രിഖു മിനസ്സലാത്ത്, നിസ്കാരത്തിൽ നിന്ന് നബിയെ എങ്ങനെയാണ് മോഷണം നടത്തുക? നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, റുകൂഉം സുജൂദും ഒന്നും പൂർത്തിയാക്കൂല. അല്ലേ? നിയ്യത്ത് വെച്ച് തുറന്ന് ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് പറഞ്ഞു. എത്ര പേര് അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട്. പിന്നെ പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ മാത്രം ചില ആൾക്കാർ കുടുങ്ങിപ്പോകും. അല്ലേ? ഒരു സഹോദരനോട് ചോദിച്ചത്, ഉസ്താദേ, സലാം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് പോയിരുന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടും? ഞാൻ പറഞ്ഞു, കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാ ജമാഅത്തിനും ഞാൻ അങ്ങനെ പോകുള്ളൂ. ഒടുക്കത്തെ ഓതലാ ഉസ്താദ്. കേറി നിന്നങ്ങോട്ട് ഫാത്തിഹ സൂറത്ത് അങ്ങോട്ട് ഓതിയുണ്ടോ മണിച്ച് തുടങ്ങിയാൽ പിന്നെ തീരില്ല. അതുകൊണ്ട് പുറകെ നിൽക്കാൻ വലിയ പാടാണ്. ഇമാമിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റൈല് കാണിക്കാനുള്ള സ്ഥലമല്ല നിസ്കരിക്കാനുള്ള പള്ളി. അതുകൊണ്ട് പുറകിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങൾക്ക് തൃപ്തിയുള്ള രീതിയിൽ, ചില ആൾക്കാർക്ക് തൃപ്തി ഒന്നും ഓതാതെ പോണതായിരിക്കും. അങ്ങനത്തെ തൃപ്തിയല്ല ഞാൻ പറയുന്നത്. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു ഇബാദത്തിന് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥ വരണം. ആ രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കണം. ചില സ്ഥലത്തൊക്കെ ജുമാ കഴിയുമ്പോൾ 2:30 മണിയൊക്കെ ആവും നിസ്കാരമൊക്കെ കഴിയുമ്പോൾ.
അല്ലേ? അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് കൃത്യ ടൈമിൽ കാര്യങ്ങൾ ചെയ്തു പോകണം. ജനങ്ങൾക്ക് പള്ളിയിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാവണം. ആ രീതിയിൽ ഇബാദത്തുകളെ ചുരുക്കാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഇബാദത്തുകളെ ഒന്ന് ഭംഗിയാക്കി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാക്കണം. ജനങ്ങളുടെ മനസ്സിലേക്ക് അതൊരു വലിയ ഭാരമായിട്ട് തോന്നാത്ത തരത്തിൽ അൽഹംദുലില്ലാഹ് നേതൃത്വം കൊടുക്കണം. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് അതിനെ തൗഫീഖ് തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം അവരാ. നിസ്കാരത്തിൽ നിന്ന് മോഷണം നടത്തുന്നവരാരാ? റുകൂഇനെ പൂർത്തിയാക്കുകയില്ല, സുജൂദിനെ പൂർത്തിയാക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വെപ്രാളത്തിനും വേഗാരത്തിനും നിസ്കരിച്ചു തീർക്കുന്നത്? ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് അസ്റായിലിന്റെ പിടുത്തം വീഴുന്ന സമയത്ത് പോലും പറഞ്ഞതെന്താ? എന്റെ ജീവിതത്തിന്റെ അവസാന ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല നിറകണ്ണുകളോടെ പറഞ്ഞത് കണ്ടു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന. ആ നിസ്കാരത്തിന്റെ സുഖവും ആ നിസ്കാരത്തിന്റെ രസവും അവർ അനുഭവിച്ചത് കൊണ്ടാ. അല്ലാഹുവേ, അങ്ങനെയുള്ള നിസ്കാരം ഇനി എന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് അതിന് സമയമില്ല. ബാക്കി എന്തിനല്ല നമുക്ക് സമയമുണ്ട് പ്രിയപ്പെട്ടവര്. ഞാൻ ചോദിക്കുകയാ, ഇന്ന് രാവിലെ എന്റെ വീട്ടിലേക്ക് വന്ന ഒരു കത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോ അതിന്റെ കത്ത് എഴുതിയിരിക്കുകയാണ്, ഐഷത്ത് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പെൺകുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള 3 വഖത്ത് നിസ്കാരം എനിക്ക് ഖളാ ആയിപ്പോയി ഉസ്താദ്. അതിനെന്ത് പരിഹാരമാണുള്ളത്? എന്തേ ഖളാ എന്ന് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്നറിയോ? എന്റെ പൊന്നുമോളെ കുച്ചിപ്പുടി നടത്താൻ കൊണ്ടുപോയിരുന്നത് കൊണ്ടാ. എന്റെ പൊന്നുമോളെ കലാമത്സരത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയിരുന്നത് കൊണ്ടാ. കലാമത്സരം, ഇസ്ലാം നിഷേധിക്കുന്ന കാര്യമൊന്നുമല്ല. ദഫ്മുട്ട് അതൊരു കലയാണ്. ദഫ്മുട്ട്, പക്ഷേ ദഫില് കിലിക്കില്ലാത്ത ദഫാണ്. ഇപ്പോ റാസിമാമിനെ പോലുള്ള മഹാന്മാരൊക്കെ വ്യക്തമാക്കുന്നത് കിലിക്കില്ലാത്ത ദഫടിച്ചുകൊണ്ട് ദഫ് മുട്ടുന്നതിനും പാട്ട് പാടുന്നതിനൊന്നും തെറ്റില്ല എന്നാണ്. കലയെ ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ 17ഉം 18ഉം വയസ്സായ പെൺകുട്ടികളെ കൊണ്ടുവന്ന് മോഡൽ വസ്ത്രം ധരിച്ച് മുഖത്ത് പെയിന്റും വാരി അങ്ങോട്ട് തേച്ച് ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ശരീരം അങ്ങോട്ട് കുലുക്കിയിട്ട് ഇളകിയിട്ട് ഡാൻസ് കളിക്കുമ്പോ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് നോക്കിയിട്ട് കുഴപ്പമില്ല, തരക്കേടില്ല, ഒരു മെസ്സേജ് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത് ആ മെസ്സേജിലൂടെ ജയിക്കുന്ന പെൺകുട്ടിക്ക് ട്രോഫി കൊടുക്കുന്ന, സമ്മാനം കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ മുസ്ലിം ഉമ്മമാർ അവിടെ ആ ഉമ്മ പറയുന്നു, എന്റെ ജീവിതത്തിൽ ആദ്യമായി നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, നിവർത്തിയില്ല, എന്റെ പൊന്നുമോൾ നിർബന്ധിച്ചുകൊണ്ട് പോയതാ. മോൾ നിർബന്ധിക്കുമ്പോ മാത്രം ഓടാറുള്ളവരാണോ? 9.5 മാസക്കാലം വയറ്റിനകത്ത് ചുമന്നുകൊണ്ട് പ്രസവിച്ച ഈ ഉമ്മ എന്ന് പറയുന്നത് എന്താ അമേരിക്കന്റെ പാവയാണോ? മോള് വലിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നിന്റെ നിയന്ത്രണത്തിൽ മോള് നിക്കാത്തത് എന്തുകൊണ്ടാ? നീ 3 വയസ്സിനും 4 വയസ്സിനും ആ മക്കളെ കൊണ്ടുപോയി അനാവശ്യങ്ങൾ കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ പ്രിയമുള്ളവൻ, നിസ്കരിക്കാൻ മാത്രം നമുക്ക് വെപ്രാളവും ബാക്കി ഒന്നിനും നമുക്കൊരു വെപ്രാളവും ഇല്ല. ടിവിയുടെ മുന്നിൽ രാവിലെ ഇരുന്ന 12 മണി വരെ ഇരുന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു അസ്വസ്ഥതയും തോന്നുന്നില്ല. എന്ത് വേണം നമ്മൾ ചെയ്യും? നോവൽ വായിച്ചുകൊണ്ട് എന്റെ സഹോദരിമാർ എത്ര മണിക്കൂറുകൾ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ മാത്രം പെട്ടെന്ന് ചില സഹോദരിമാര് പറയും ഒരുപാട് നേരം നിസ്കരിക്കാൻ പറ്റൂല, നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അത് വല്ലപ്പോഴും ഒന്ന് കഴുകിയിടണം, നോമ്പിന് മാത്രം കഴിയാൻ പോരാ. നിസ്കാര കുപ്പായം ഇല്ല, അള്ളാഹുവേ എന്നെടുത്ത് നോക്കണം ചിലരുടെ നിസ്കാര കുപ്പായം. മലക്ക് പോയിട്ട് ശൈത്താൻ വരെ ചിലപ്പോൾ അടുത്ത് വരില്ല, വേണ്ടെന്ന് പറയാം. ആ രീതിയിലുള്ളതാ. വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ചയൊക്കെ ടെറസിന്റെ മണ്ടക്കൂറിട്ട് ഉണക്കണം. ഇത് മക്കയിൽ നിന്ന് വാപ്പ കൊണ്ട് വന്നൊന്നും പറഞ്ഞെടുത്ത് ഇങ്ങനെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഒരു ആണി തൂക്കി അങ്ങോട്ട് ഇരിക്കുക. ഇവിടെ ഈ 2 സൈഡ് ഇങ്ങനെ കറുകറായി, പിന്നെ 2 പോക്കറ്റ് ഉണ്ടാവും തസ്ബീ ഇടുന്ന, അതും ഇങ്ങനെ കറുകറായിരിക്കും. അതങ്ങോട്ട് നല്ലത് ധരിച്ചിരിക്കുക, അത് മാറ്റിയിട്ട് മറ്റേ അടുത്ത് അങ്ങോട്ട് കയറ്റും. കയറിട്ട കൈകെട്ടല. ഇതൊക്കെ ഇബാദത്തിനോടുള്ള താല്പര്യക്കുറവാ. എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യുക, മരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്താൽ പോരാ. സഹോദരങ്ങളെ, ഇസ്ലാം ഒരിക്കലും കലയെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കറിയോ ഏറ്റവും നല്ല മാപ്പിള കവി ആരായിരുന്ന പ്രിയപ്പെട്ടവര്? മോയിൻകുട്ടി വൈദ്യരെ കേട്ടിട്ടുണ്ടോ? എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മാപ്പിള കലകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന
കവിത ഒരുപാട് ഇഷ്ടപ്പെടുന്ന, മനോഹരമായ മധുഗീതങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എന്റെ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. മോയിൻകുട്ടി വൈദ്യർ എന്നവരാണ് പാട്ടെഴുതാൻ തുടങ്ങിയതെന്നറിയോ? അറിയപ്പെട്ട സൂഫിയാർ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ദുആവസിയത്തിന് പോയപ്പോൾ ആ മനുഷ്യനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ചവച്ചരച്ചു പോലെ അടക്കയും തെറ്റിലയും എല്ലാം ചവച്ചരച്ചു തുപ്പിവെച്ചിരിക്കുന്ന കോളാമ്പി, ആ കോളാമ്പി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു വെളി കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്തുകൊണ്ട് കളയാൻ പറഞ്ഞു. മോയിൻകുട്ടി വൈദ്യർ അതുകൊണ്ട് പോയിട്ട് എവിടെ ഒഴിച്ചെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ഒറ്റ കൂടിയ അകത്തേക്ക്. ഇപ്പൊ പലരും ചിന്തിക്കും അങ്ങനെയൊക്കെ ചെയ്യാം, അതൊക്കെ വൃത്തികേടല്ല. അറിയേണ്ടവർക്കതറിയാം, ആൺകുട്ടികൾക്കതറിയാം, മഹാന്മാരെ തിരിച്ചറിയുന്നവർക്കതറിയാം അല്ലേ? അതങ്ങനെ കുടിച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്തപ്പോ ആ മഹാനുഭാവന് ചോദിച്ചു അത്ര, ആരും കാണാത്ത സ്ഥലത്ത് തന്നെ നീ ഒഴിച്ചല്ലോ, അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ളതൊക്കെ ഇനി പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു. അന്ന് എഴുതി തുടങ്ങിയതാ. ആ ഒരു വരിയെ മാറ്റിവെക്കാൻ തുടരെ മദ്ദളവും ഒട്ടകളും പജയൊടു തുടികൾ ദപ്പുകളും കൈമണി തുണികൾ ദാസകളാ പൊള്ളമ പുല്ലുകൾ പൊള്ള ചോള്ളകൾ കൊമ്പു ചങ്കുകളാൽ പ്രകൃതികൾ കോള് താളമേ ഓടി ചാടിയും സഫുനിപ്പുകളാൽ. എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്. ഇതിന്റെ അപ്പുറത്ത് ഒരു വരി എഴുതാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പാട്ടെഴുതുകാർക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇസ്ലാം അതിനൊക്കെ എതിരാണ്. തഫ്വീൻ ചൊല്ലി 4 ചുവരിന്റെ ഇടയിൽ ഇരുന്നാ മതി എന്ന് പഠിപ്പിക്കുന്ന ആദർശമൊന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നു, 17 കാര്യം 18 കാര്യം ചെയ്തിക്കൊണ്ടുപോയി തുള്ളിക്കുന്നതിന് ഇന്ന് പള്ളിക്കാർ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ 60 വയസ്സുള്ള ഖദീജ എന്ന് പറയുന്ന പെണ്ണിന്റെ സ്വഭാവം ഈ സമുദായത്തിലെ സഹോദരിമാർക്ക്, ചെമ്മൻകുടിയിലെ ഉമ്മമാർക്ക് വരാൻ പാടില്ല. അവൾക്ക് പള്ളി ഊരിവിലക്കിയത് കൊണ്ട് ഒരു പത്രത്തിന്റെ മെയിൻ ഹെഡിങ് അതായിരുന്നല്ലോ, ഖദീജയുടെ വിവാദ പ്രസ്താവനകളായിരുന്നു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയക്കുറവാ. ഞാൻ പറയുന്നു, അതിനൊക്കെ നമുക്ക് നേരമുണ്ട്. ആകെ നമുക്ക് സമയമില്ലാത്ത നിസ്കരിക്കാൻ സമയം കണ്ടെത്തുക. ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂൽ പലപ്പോഴും ആയിഷ റളിയല്ലാഹു പറഞ്ഞതാ, കടക്കറയിൽ നിന്ന് കണ്ണുനീരോടെ പറഞ്ഞു, ആയിഷ എനിക്ക് നിസ്കരിക്കാൻ കൊതി വരികയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കാൻ പോയി.